നമുക്ക് കുറുക്കുകാളൻ ഉണ്ടാക്കാം. ഓണത്തിന് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കുറുക്കുകാളൻ. ഓണത്തിന് തന്നെയല്ല, ഓണം, വിഷു, പിറന്നാൾ ഒക്കെ 4 കറി വെച്ച് ഉണ്ടാക്കണം എന്നാണ് പറയുക. 4 കറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറുക്കുകാളനാണ്. കുറുക്കുകാളന് അതിൻ്റെ ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കുറുക്കുകാളൻ എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുമരുമ്മലയ്ക്ക് എറിഞ്ഞാൽ അതവിടെ നിൽക്കണം എന്നാണ് പണ്ടുള്ളവർ പറയുക. അത്രയും കുറുകി എടുക്കണമെന്ന്. പിന്നെ മോര് നല്ല പുളിച്ച മോരുമാണ്. മോരിൻ്റെ ഒരു പുളിയും കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും അതാണ് അതിന് സ്വാദ് കൊടുക്കുന്നത്. കുരുമുളക് തന്നെ വേണം. മറ്റേ കൊല്ലമുളക്, മുളക് പൊടിയൊന്നും നമ്മൾ കുറുക്കുകാളന് ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്കൊന്ന് കാളൻ ഉണ്ടാക്കാം. കാളന് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ വച്ചേക്കുന്നത്. കാളന് ചേന, കായ, തൈര്, നാളികേരം, പച്ചമുളക്, കുരുമുളക് ഒരു 70 ഗ്രാം കുരുമുളകുണ്ട്. അത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. അത് നല്ലോണം കുതിർന്നാലേ അതിൻ്റെ തൊലി പോവുള്ളൂ. കുതിർന്ന കല്ലുമ്മയിട്ട് ഉരച്ച് കഴുകിയാൽ അതിൻ്റെ തൊലിയൊക്കെ പോകും. അപ്പോഴേ ഒരു നിറം കിട്ടുള്ളൂ. ഇത് ഒരു 2 ലിറ്റർ തൈരാണ്, അതിലേക്കാണ് ഈ കുരുമുളക്. നമുക്ക് കാളൻ റെഡിയാക്കാം. ചേനയും കായയും ഒക്കെ നുറുക്കി കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. കായ കഴുകി, ഇതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ കായയാണ് വച്ചേക്കണത്. ചേന തൊലി കളഞ്ഞ് നുറുക്കി കഴുകി വെച്ചേക്കണതാണ്. വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ നുറുക്കിക്കണേ. അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മുറിച്ച് ചെറിയ കഷ്ണമാക്കാം. ചെറിയ കഷ്ണമാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും ചേന. അപ്പോൾ കാളനിൽ ചേന കഷ്ണം ഉണ്ടാവില്ല. കാളനിൽ ചേന കഷ്ണം ഉണ്ടാവണം, എന്നാലേ അതിന് ഒരു രുചിയുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ നോക്കണത്. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ചെറുതാക്കി വയ്ക്കും. നമുക്കത് കുക്കറിൽ വയ്ക്കാം. ചേന ഇട്ടു, കായ ഇട്ടു. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ സ്പൂണാണ്, അപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇട്ടു. ഇനി ഉപ്പിടണം. ഇനി നമുക്കതിലേക്ക് കുരുമുളക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തൊലിയൊക്കെ കളഞ്ഞ് അരച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട വെള്ളം ഒഴിക്കാം. ഇനി അടച്ച് വെച്ച് സ്റ്റീം വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മോര് നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ, ആ മോര് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കുറുക്കണം, നല്ലോണം കുറുകണം. അപ്പോൾ കുറച്ച് സമയം വേണം. അപ്പോൾ ഇത് വേകുമ്പോഴേക്കും നമുക്കത് കുറുക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചേ വേണ്ടൂ. നമ്മൾ കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിലിടുമ്പോൾ കട്ട കുത്താണ്ട് നോക്കണം. കുറച്ച് ഉപ്പും. അപ്പോൾ അത് തിളച്ച് തുടങ്ങി. തിളയ്ക്കുമ്പോൾ തന്നെ പത വരും. ആ പത കൂടുതലുകൊണ്ട് മുക്കി നമ്മളൊരു പാത്രത്തിലേക്ക് വയ്ക്കും. എന്നിട്ട് അവസാനമാണ് ചേർക്കുക. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ കുരുമുളകാണല്ലോ കഷ്ണത്തിൽ ചേർന്നേക്കണേ, അത് ഇതിൽ ചേർക്കുമ്പോൾ ആകപ്പാടെ ഒരു ഇരുണ്ട കളറാണ് വരിക. അപ്പോൾ ആ മഞ്ഞ പതയും കൂടി വരുമ്പോൾ കാളന് നല്ല ഭംഗിയുണ്ടാവും. പത വന്ന് തുടങ്ങി. പതയണ വേണ്ട, ഈ പതയാണ് നമുക്കിങ്ങനെ മുക്കിയെടുക്കണ്ടേ. മുക്കിയതേ ഇതിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ അത് അങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പച്ച കരുവേപ്പില ഇടണം. അപ്പോൾ അതിൽ കിടന്നിട്ട് ഒരു കരുവേപ്പിലയുടെ ഒരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കരുവേപ്പില ഇടാം. അത് തണ്ടോടുകൂടി തന്നെ ഇടാം. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പണ്ട് ഇങ്ങനെ കുക്കറിലൊന്നും വേവിക്കില്ല. ഉള്ളിയിൽ ചേനയും കായയും കുരുമുളകൊക്കെ കൂടെ വേവിച്ച് അതിലേക്ക് മോരൊഴിച്ച് പറ്റിക്കുകയാണ് പതിവ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യണതാണ്. ഇത് നല്ലോണം കുറുകണം. അപ്പം നമ്മൾ എടുത്തു വെച്ച പതയുണ്ടല്ലോ,
ആ പദം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതിൽ കിടന്ന് കുറുകിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം. ഇത് നാളികേരവും പച്ചമുളകും കൂടി ചേർത്തതാണ്, അരച്ചതാണ്. അത് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. ജീരകം നാളികേരത്തിൻ്റെ കൂടെ അരച്ചില്ല, പൊടിച്ച് വെച്ചേക്കുക. അപ്പോൾ അതേ ഇത്രയും ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇത് ഉരുളിയിൽ ഇരുന്നിട്ടൊന്ന് വറ്റും. എന്നിട്ട് ഇനി കടുകും കരുവേപ്പിലയും കൂടി പച്ച വെളിച്ചെണ്ണയിൽ വറുത്തിടണം. ചൂടാറിയ ഉലുവപ്പൊടി ഇടണം. അപ്പം അതെ ഈ പാകമായി. ഇപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൽ ഈ പാത്രത്തിലിരുന്നിട്ട് പാത്രഭാഗം വരിക എന്ന് പറയും. ആ പാത്രഭാഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നല്ലോണം പാകമാവും, നല്ല കട്ടിയാവും, ശരിക്കുള്ള കാളൻ്റെ രീതിയിലാവും. നമ്മൾ പറയണ കുറുക്കിയ കാളനാവും. അതിൽ പാത്രഭാഗം വരണം. അപ്പം നമുക്കിപ്പോൾ ഓഫ് ചെയ്യാം. കുറച്ച് നേരം ഉരുളിയിൽ ഇരിക്കട്ടെ, ഓഫ് ചെയ്യട്ടെ. നമുക്ക് കടുക് വറുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് കടുക് വറുക്കാൻ. വെളിച്ചെണ്ണ മൂത്തു തുടങ്ങി. അപ്പോൾ നമുക്ക് കടുകിടാം. കടുക് നല്ലോണം വേണം കാളനിലേക്ക്, ഒട്ടും കുറയ്ക്കണ്ട. പൊട്ടുണ്ട് നല്ലോണം. പൊട്ടി കഴിഞ്ഞാൽ കരുവേപ്പിലയിടാം. അതിൽ വെച്ചിട്ടാലേ തീ പാളും. ഇനി ഒന്നുകൂടി കരുവേപ്പില മൂപ്പിക്കാം. കരുവേപ്പില മൂത്തു, നമുക്ക് ഇടാം അതിലേക്ക്. വറുത്തിട്ട അതിലേക്ക് ഒന്ന് ഇട്ട് ഒഴിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു പാകം. നല്ല വാസന വരുന്നുണ്ട്. ഇനി നല്ലോണം ചൂടാറിയാൽ ഉലുവപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ കാളൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ചൂട് ഒന്ന് ആറിയുണ്ട്, എന്നാലും ഉരുളിക്കൊരു ചൂടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉലുവപ്പൊടി കണ്ട ഇതിങ്ങനെ ഉലുവപ്പൊടി ഇടാൻ ഒരു 4 സ്പൂൺ ഉലുവപ്പൊടി ഇടാം. നല്ലോണം അങ്ങോട്ട് ഇളക്കി വെച്ച് ഉരുളി നല്ലോണം തണുക്കുമ്പോഴേക്കും കാളൻ റെഡിയാവും. നമ്മൾ പറഞ്ഞ പരുവത്തിലുള്ള കുറുക്കിയ കാളനാവും. ഇപ്പോൾ ദേ നമ്മൾ പറഞ്ഞ കുറുക്ക് കാളൻ റെഡിയായി. ഇനി നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഓണത്തിന്.